കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷാജിദയും അതോടെ തന്നെ ഷെരീഫും തമ്മിലുള്ള അടിയുണ്ടെങ്കിൽ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷെരീഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഷാജിദയും അതോടെ തന്നെ കുട്ടികളും ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്നുള്ളത് ആ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ ഇത് എനിക്ക് ഷെരീഫിൻ്റെ അടുത്ത് പറഞ്ഞെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ ഇത് എനിക്ക് വീഡിയോ പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യം വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഷാജിദ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളായിട്ടും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നേക്കുന്നത്. എൻ്റെ കുട്ടികളെക്കുറിച്ച് ഇതേ കണക്കത്തുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതോടെ തന്നെ നിനക്ക് ഇത്രയും ടൈം ഞാൻ തരും. അതിനുള്ളിൽ ഇതേ കണക്ക് ആരാ പറഞ്ഞതെന്നുള്ളത് നീ വെളിയിൽ വിട്ടിരിക്കണം. അതില്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കത്തുള്ള അടികളിലുണ്ടെങ്കിൽ വീട്ടുകാരെയോ അല്ലെങ്കിൽ കുട്ടികളെ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത് സാധാരണ രീതി കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഷെരീഫ് ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള ഒരു കാര്യം ചെയ്ത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഷാജിദയായിട്ട് എന്തെങ്കിലും ഒരു അടിയും ഉണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള പ്രശ്നമായി പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അടികൂടി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതിൻ്റെ ഇടയിൽ ഇത് കണക്കുണ്ടെങ്കിൽ ഈ ഷാജിദയുടെ കുട്ടികളെ വലിച്ചെടുത്തുകൊണ്ട് വരുന്ന അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല.